നമസ്കാരം, ജയനാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതായത് നീ പെയിൻ നമുക്ക് എങ്ങനെ റിലീസ് ആകാം, അതായത് ഈസി ആയിട്ട് നീ പെയിൻ ഇല്ലാണ്ട് നമുക്ക് ഫുൾ പവറിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എന്തെങ്കിലും പിടിക്കുക, സ്ക്വാട്ട് ഇരിക്കുക, ലെഗ് കൂട്ടി വെച്ചിട്ട്, പിന്നെ സൈഡായിട്ട് സൈഡിലേക്ക് ഇരിക്കുക, പിന്നെ ഓപ്പൺ ചെയ്തിരിക്കുക, സുമോ സ്ക്വാട്ട് കേടാ, പിന്നെ സ്ട്രെച്ചിങ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീ പെയിൻ വരത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എല്ലാ മസിലുകളും പവറായി, നമ്മുടെ ബോഡി പെർഫെക്റ്റ് ആവും, ലെഗിന് മുകളിലെല്ലാം പവർ ആവും. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ആദ്യം ലെഗിന് ചെയ്യാം. ലെഗിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നും അത് സ്ട്രോങ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. മാർഷൽ ആർട്സ് ചെയ്യണവർക്കും സ്പോർട്സ് ചെയ്യുന്നവർക്കും ലെഗിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത് അതായത് കാലിൻ്റെ മസിലുകൾക്ക് പവർ കൊടുക്കുക എന്നാണ്. ഇന്ന് കുറേ ആൾക്കാർ പറയും എനിക്ക് മുട്ടുവേദന ഉണ്ട്, എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ കൊളാജൻ കുറഞ്ഞു. അതായത് കൊളാജൻ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമ്മുടെ സനോവൽ ഫ്ലൂയിഡ്, അതായത് ഓരോ ഫ്ലൂയിഡും കുറയുന്നത് നമുക്ക് മുട്ടിനെ നന്നായി എക്സസൈസ് ചെയ്യാത്ത കാരണം കൊണ്ട് ഒരുപാട് കുറവ് വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു കമ്പി പിടിച്ചിട്ട് നമ്മൾ ബെസ്റ്റായിട്ട് നല്ല പ്രസ് ചെയ്യുക. അതായത് സ്ക്വാട്ട് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട്, പിന്നെ ഒരു മീഡിയം ലെവലിൽ സ്ക്വാട്ട് ചെയ്യുക, പിന്നെ സുമോ സ്ക്വാട്ട് ചെയ്യുക, പിന്നെ സൈഡ് സിറ്റപ്പ് ചെയ്യുക. എല്ലാം ഇതേപോലെ നോക്കിയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്ട്രെച്ച് കിട്ടും. കാലിൻ്റെ മസിലിൻ്റെ ബാക്കിൽ ഹിപ്പ്, ഗ്ലൂട്ടനസ്, സൈഡ് സിറ്റപ്പ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ മസിൽ ഭയങ്കര പവറാവും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിലാണ് നമ്മുടെ കാലിൻ്റെ മസിൽ. ഇപ്പോൾ ഈ കാലിൻ്റെ മസിൽ നമ്മൾ പവർ കൊടുക്കണം. പക്ഷേ മറ്റുള്ള ആൾക്കാർ ഈ കാലിൻ്റെ മസിലിന് ഒരു പവറും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഉപകാരമുള്ളതാണ് നമ്മുടെ ഈ വർക്കൗട്ട്. നമുക്ക് എന്നും ഈ കാലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മാർഷൽ ആർട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബലം ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് എത്ര വയസ്സ് ആയാലും നമുക്ക് ഈ കാലിൻ്റെ മസിലിൻ്റെ പവർ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എത്ര വയസ്സുള്ള ആൾക്കാരാണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ കാലിൻ്റെ മസിലും മുട്ടുവേദനയും എനിക്ക് ഇന്ന വരെ വന്നിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ ഇത്രയും ചെറുപ്പം മുതലേ ചെയ്യണ കാരണം ഇതുവരെ മുട്ടിന് തേമാനോ മുട്ടിന് വേദനയോ സൈഡ് സിറ്റപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങളോ ബാക്ക് പെയിനോ ഒന്നുമില്ല. അത് കാരണം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചറി നമ്മളെന്നും മാർഷൽ ആർട്സിന് ഒരു വലിയ ഒരു ഘടകമാണ്. അപ്പോൾ ഇഞ്ചറി ഇല്ലാതെ നമ്മുടെ കാലുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു മാർഷൽ ആർട്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു പവറാണ് എപ്പോഴും ശരീരത്തിലെ ഫീൽ ചെയ്യുക. ഈ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കാര്യം മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഫ്ലെക്സിബിലിറ്റിയും പവറും സ്ട്രെച്ചിനെസ്സും ഫ്ലെക്സിബിലിറ്റി അല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് മാർഷൽ ആർട്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നോക്കി നമ്മൾ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടുവേദന എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് പമ്പ കടുക്കും. പക്ഷേ മുട്ടുവേദന ഉള്ള ആൾക്കാർ ഇത് ചെയ്യണ്ട. മുട്ടുവേദന ഇല്ലാത്ത ആൾക്കാർ കാലെങ്ങനെ പവറാക്കണം, കാലിൻ്റെ മസിൽ എങ്ങനെ പവറാക്കണം അവർ മാത്രം ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ മുട്ടുവേദനയുള്ള ആൾക്കാർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാൻ പറ്റാണ്ടും കുറേ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇതെല്ലാതും മുട്ടുവേദനയൊന്നും ഇല്ലാത്ത ആൾക്കാർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരുപാട് ഗുണം കിട്ടും. നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ ഡോജോയിൽ തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കാരണം ഇങ്ങനെയുള്ള സ്ട്രെച്ചസ് ആൾക്കാർ ചെയ്യാൻ പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന കണ്ടമാനം ഉണ്ടാവും. ഈ വേദന നമ്മൾ സഹിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് വേദന എടുക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈസി അല്ല. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വേദന എടുക്കും. നമ്മുടെ എല്ലാ കാലിൻ്റെ മസിലും, തൈസിൻ്റെ മസിലും, ഇതിൻ്റെ ബാക്കിൻ്റെ മസിലും, നമ്മുടെ കാഫ് മസിലും, പിന്നെ എല്ലുകളും എല്ലാം വേദന എടുക്കും. എന്നാലാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു പവർ കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യാം. എല്ലാ ദിവസം ചെയ്ത് നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു 3-4 ദിവസം ചെയ്തിട്ട് ബാക്കിയുള്ള 2 ദിവസം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കാലിന് പവറാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ഗടികൾക്കും താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുവരെ താങ്ക് യു.